ദൈവം നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ശരിക്കൊരു ഉത്തരം നൽകുവാൻ നമുക്ക് സാധിക്കുമോ? പഴയ നിയമ ഇസ്രായേലിനോട് ദൈവം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് സഭായോഗം കൂടുന്നത്? നിങ്ങൾ എന്തിനാണ് എനിക്ക് കാഴ്ച കൊണ്ടുവരുന്നത്? നിങ്ങളുടെ സഭായോഗങ്ങളും ശബത്തും അമാവാസ്യയും ഒക്കെ എനിക്ക് വെറുപ്പാകും. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുന്നത് എനിക്കിഷ്ടമല്ല. ദൈവം അവരോട് ചോദിച്ച ചില ചോദ്യങ്ങളാണ്. ദൈവം പറഞ്ഞു, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ തന്നെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളെ തന്നെ കഴുകി വെടിപ്പാക്കുവിൻ. ശുദ്ധീകരണം ഇല്ലാത്ത, നിരപ്പ് പ്രാപിക്കാത്ത, മാനസാന്തരമില്ലാത്ത സഭായോഗങ്ങളും അമാവാസ്യയും ഉത്സവങ്ങളും പ്രാർത്ഥനകളും ആരാധനകളും എല്ലാം ദൈവത്തിന് സഹിച്ചുകൂടാ. ദൈവം അത് വെറുക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് പഴയ നിയമത്തിൽ ആണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നോർത്ത് നാം ആരും ആശ്വാസം പ്രാപിക്കേണ്ട. കാരണം യഹോവയായ ദൈവം മാറാത്തവനാണ്, വിശുദ്ധിയിൽ ഭയങ്കരനാണ്, ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനാണ്. അതുകൊണ്ട് പാപത്തെ ദൈവം എപ്പോഴും പാപമായിട്ട് കാണുന്നു. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ നിൻ്റെ കാല് സൂക്ഷിപ്പാൻ ദൈവജനത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് കപടഭക്തി ദൈവം എപ്പോഴും വെറുക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലും നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. ദൈവത്തിന് പ്രസാദമില്ലാത്ത സഭായോഗങ്ങളായിരുന്നു ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത്. ദൈവത്തിന് പ്രസാദമില്ലാത്ത സഭായോഗങ്ങൾ നടത്തിയത് കൊണ്ടെന്താണ് പ്രയോജനം? സഭായോഗങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയുള്ളതല്ലേ? സഭായോഗങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നില്ലെങ്കിൽ അന്ന് അവിടെ നടക്കുന്ന പാട്ടിനും പ്രാർത്ഥനയ്ക്കും എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? അതെല്ലാം യാന്ത്രികമല്ലേ? ദൈവം അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ, കേൾക്കുന്നില്ലെങ്കിൽ, ദൈവം അതിൽ പ്രസാദിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഈ പ്രഹസനങ്ങളൊക്കെ അവർ കാണിച്ചു കൂട്ടുന്നത്? എല്ലാം ക്രമമായിട്ട് നടക്കുന്നു. പെരുന്നാളും ഉത്സവങ്ങളും സഭായോഗം കൂടുന്നതും ശബത്ത് ആചരിക്കുന്നതും എല്ലാം യാന്ത്രികമായി നടക്കുന്നു. പക്ഷേ അതെല്ലാം കാപട്യമാണ്, അതെല്ലാം ചടങ്ങാണ്. ഇത് പണ്ട് നടന്ന സംഭവമല്ലേ, പഴയ നിയമത്തിലെ സംഭവമല്ലേ എന്ന് നാം ചിന്തിക്കുമ്പോൾ തന്നെ ഈ കാലത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമല്ലേ? നമ്മുടെ സഭായോഗങ്ങളിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ? നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും നമ്മുടെ വായിലെ വാക്കുകളും ധ്യാനവും ദൈവത്തിന് പ്രസാദകരമാണോ? ഓരോരുത്തൻ അവരവനെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. വളരെ ദുർഘട സമയത്താണ് സഭ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സഭകളെ സഭയെന്ന് വിളിക്കുവാൻ പലപ്പോഴും ദൈവത്തിന് കഴിയുമോ? കാരണം സഭകൾ പലപ്പോഴും ക്ലബ്ബുകളായിട്ട് പരിണമിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഇമ്പങ്ങളും സഭയ്ക്കകത്തേക്ക് കുത്തി നിറയ്ക്കുകയാണ്. ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, യേശുവിൻ്റെ പാത നോക്കി പോകണം എന്ന് പാടിയ വിശുദ്ധന്മാർ സഭയിലുണ്ടായിരുന്നു. അക്കാലത്ത് സഭായോഗങ്ങൾ ദൈവത്തിന് പ്രസാദകരമായിരുന്നു. ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവത്തിൻ്റെ സ്നേഹമില്ല. ഈ ലോകത്തോട് അനുരൂപപ്പെടരുത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം, നന്മയും പൂർണ്ണതയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നാം നമ്മെ തന്നെ സമർപ്പിക്കണം എന്നൊക്കെയുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് നമ്മുടെ കൈകളിൽ ഇരിക്കുമ്പോൾ നാം കാണിക്കുന്നത് ശരിയോ തെറ്റോ? എത്ര പേർ ഒരുങ്ങി പ്രാർത്ഥിച്ച് അവരവരെ തന്നെ കഴുകി ദൈവാലയത്തിലേക്ക് ആരാധനയ്ക്ക് വരുന്നുണ്ട്? ഞാനോ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ മന്ദിരത്തിലേക്ക് ചെന്ന് നിങ്കലുള്ള ഭക്തിയോടെ നിന്നെ ആരാധിക്കും എന്ന് പ്രാർത്ഥിക്കുന്ന ദാവീദുമാരെവിടെയുണ്ട്? നിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന് പറയുന്ന
സങ്കീർത്തനക്കാരനെ പോലെയുള്ളവർ എവിടെയുണ്ട്? ദൈവാലയം, പ്രാർത്ഥനാലയം, സഭായോഗങ്ങൾ, ഇതെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ ദൈവിക സ്വഭാവങ്ങളോട് നാം അനുരൂപപ്പെടുവാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായും നാം ഭയപ്പെട്ട് മതിയാവും. പഴയ നിയമ ഇസ്രായേലിനോട് നിൻ്റെ സഭായോഗത്തിൽ എനിക്ക് പ്രസാദമില്ല എന്ന് പറഞ്ഞ അതേ ദൈവം നമ്മുടെ സഭായോഗത്തിൽ പ്രസാദമില്ല എന്ന് പറയുവാൻ ഇടയാകാതിരിക്കട്ടെ. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും ഉത്സാഹിക്കാം. ദൈവം നമ്മിൽ പ്രസാദിക്കട്ടെ, അവൻ നമ്മോട് കൃപ കാണിക്കട്ടെ. അതിനായി നമുക്ക് നമ്മളെ സമർപ്പിക്കാം. നമ്മളെ തന്നെ കഴുകി വെടിപ്പാക്കിക്കൊണ്ട്, പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തോടെ താഴ്മ ധരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് പോകാം. നമ്മുടെ സഭായോഗങ്ങൾ ദൈവസാന്നിധ്യം നിറഞ്ഞ സഭായോഗങ്ങളായി മാറട്ടെ. കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും അങ്ങയ്ക്ക് പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ ഒരുക്കുകയും ചെയ്യണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.